എൻ്റെ ഉപ്പാന്റെ മയ്യത്ത് കണ്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കും. കണ്ടായിരുന്നോ? എങ്ങനെയാ മരിച്ചേ? നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ മാസത്തില് മംഗലാപുരത്ത് ഷാഫിയുടെ നാട്ടില് എന്തോ അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് മരിച്ചപ്പോഴാ സുജൂദി കിടന്നപ്പോ. അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് മരിച്ചപ്പോഴ് സുജൂദി കിടന്നപ്പോ നിസ്കാരമല്ല, ഏറ്റവും അള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ സുജൂദ്. ആ സുജൂദി കിടന്നിട്ടാ മരിച്ച്. അള്ളാഹു ഖബറടം വിശാലമാക്കി കൊടുക്കുമാറാകണം. ഇങ്ങനെയുള്ള മരണങ്ങൾ കാണുന്നവരല്ലേ ഇങ്ങനെ വല്ലവരും. ഉസ്താദ് എൻ്റെ ഉപ്പ വെള്ളിയാഴ്ച മരിച്ചു, അദ്ദേഹം റമദാൻ മാസത്തിൽ മരിച്ചു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ മുസ്തഫാനോട് പറഞ്ഞു, മുസ്തഫ നിന്റെ വാപ്പ നിസ്കരിച്ചപ്പം മരിച്ചെങ്കിൽ ഉപ്പായ്ക്ക് സ്വർഗം കിട്ടും, നിനക്കൊന്നും കിട്ടൂല. മുസ്തഫ പറയുന്നു, ഉസ്താദ് എൻ്റെ വാപ്പ നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്താ മരിച്ചത്, മുസ്തഫയ്ക്ക് വല്ലതും കിട്ടുവോ? ചങ്ങാതി കിട്ടുവോ? ഒന്നും കിട്ടൂല. മുസ്തഫയ്ക്ക് കിട്ടണമെങ്കിൽ വാപ്പ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പം മരിച്ചെങ്കിൽ നീ സുജൂദി കിടക്കുമ്പോ മരിക്കണം, അപ്പോഴാ സ്വർഗം കിട്ടുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെങ്ങനെ ചെയ്യുമ്പോഴാ? എന്റെ പ്രിയപ്പെട്ടവരെ, പലരെയും വെള്ളിയാഴ്ച ദിവസം ഇവിടെ കൊണ്ടുവന്ന് വെക്കുമല്ലോ. പലരെയും വെള്ളിയാഴ്ച ഇവിടത്തെ പള്ളിയിൽ കൊണ്ടുവെക്കും, വെള്ള തുണിയിൽ പൊതിഞ്ഞ പുതിയ ആപ്പളയെ പോലെ. നീ പറയും ഭാഗ്യവാനാ, വെള്ളിയാഴ്ച മരിച്ചല്ലോ, ഭാഗ്യവാനാ, ഷഹീദിന്റെ കൂലിയാ. പറഞ്ഞോണ്ട് നടന്നാ മതിയോ വാപ്പാ? വാപ്പാ എന്തായാലും ഒരു ദിവസം നീയും മരണപ്പെടും. നീ ഇങ്ങനെ വെള്ളിയാഴ്ച മരിച്ചവന്റെ കഥ പറഞ്ഞിട്ട് നിനക്ക് കാര്യമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, പെങ്ങളെ, പല പെണ്ണുങ്ങളുടെയും മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോ നീ വിചാരിച്ചു, നീ പറഞ്ഞു നല്ല മരണമാ, നല്ല മരണമാ. മാ നിനക്കൊരു നല്ല മരണം വേണ്ടേ? ഈമാനുള്ള മരണം വേണോ? ഒരു നല്ല മരണം വേണോ? ഒരു നല്ല മരണം വേണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിത്തബയിലെ ജബ്ബാർ ഉസ്താദ് പോയതുപോലെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. പടച്ചവന് ഒരു പ്രിയ സുഹൃത്ത് അയച്ചു തന്ന വീഡിയോ. കിലോമീറ്ററുകളോളം ജനമിങ്ങനെ നിരന്നു നിൽക്കുകയാ, അവസാനമായിട്ടൊന്ന് കാണാ. അല്ലാ, കൊതിയില്ലേ എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ ചെറുപ്പക്കാര്, SKSSF-ന് വേണ്ടി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ. ജബ്ബാർ ഉസ്താദിന്റെ മരണം കണ്ടവന് അഭിമാനമില്ലേടാ? പടച്ചവനെ ആക്സിഡന്റ് പറ്റിയിട്ട് പ്രയാസപ്പെട്ടിരിക്കുന്നവന് അല്ലാ, പടച്ചവനെ അവൻ അഭിമാനിക്കാമല്ലോ. അല്ലാഹുവേ, ഇതുപോലെയുള്ള ഒരു മജ്ലിസിൽ എനിക്കൊരു ദുആ കിട്ടിയല്ലോ. അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ആ കാലുകൊണ്ട് നടന്നൊന്ന് പ്രവർത്തിക്കാ, നിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് പാതിരാത്രിയിൽ 12 മണിയോടടുക്കുന്ന സമയത്ത് ഈ ദുനിയാവിലെ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ സൂറത്തു തകാസുർ ഓതും ഉസ്താദ്. ഓതാതെ ഉറങ്ങില്ല, ഓതാതെ ഉറങ്ങില്ല. അല്ലാഹു തരുന്ന പ്രതിഫലം അറിയണോ? മരിച്ചു കിടക്കുമ്പോ കാണാമടാ, മരിച്ചു കിടക്കുമ്പോ കാണാമടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, ഒരു ദിവസം നിന്റെ കുടുംബക്കാര് മുഴുവനും നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്കറിയണോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം അറിയുവോ? മറക്കരുതടാ, വാസി കാണിക്കണം. ഈ സൂറത്ത് ഓതാൻ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഉസ്താദേ, ഉറപ്പായിട്ടും ഞാൻ ഓതും ഉസ്താദേ. ഇൻഷാ അല്ലാഹ് എനിക്ക് ഓർമ്മയുള്ള കാലം വരെ ഞാൻ മറക്കാതെ ഓതിയിട്ടേ ഉറങ്ങുകയുള്ളൂ. വാസിയോടുകൂടി ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ഒരു ദിവസം ഇവിടത്തെ പള്ളിയുടെ വിരാരത്തിൽ വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിന്റെ മരണവാർത്ത വിളിച്ചു പറയുകയാ, നിന്റെ മരണവാർത്ത വിളിച്ചു പറയുകയാ. ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഒഴുകുകയാണ്. നിന്റെ ജനാസ കാണാ, നിലവിളിയാടാ. വീടിനകത്തിരുന്ന് ഭാര്യ കരയുന്നുണ്ട്, മക്കള് കരയുന്നുണ്ട്, മാതാപിതാക്കള് കരയുന്നുണ്ട്, കൂടപ്പിറപ്പുകളും കുടുംബക്കാര് കരയുന്നുണ്ട്. അല്ലാഹുവേ, ഉമ്മ
നിലവിളിക്കുകയാണ്, ക്ഷമവിട്ട ഉമ്മയും പൊന്നു മകനെ എന്നെ കൈവിട്ടു പോതോ കാണലം നാ പൊന്നേ. ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം എപ്പോഴും അറിയോ? പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടില് കൊണ്ടുവരുമല്ലോ, ജനാസ കുളിപ്പിച്ചിട്ട് 3 കഷ്ടം വെള്ളത്തുടിയുടെ മുകളിൽ മലർത്തിക്കിടത്തിയിട്ട് അത്ര തേച്ച പഞ്ഞിക്കെടുത്ത് മൂക്കിന്റെ ദ്വാരത്തിൽ വെച്ചിട്ട് പൊതിയുന്ന സമയമുണ്ടല്ലോ, മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എല്ലാവരും കരയുകയാ, ഉമ്മ കരയുന്നുണ്ട്. വാപ്പ താങ്ങാൻ കഴിയാതെ വേദന കാരണം വീടിന്റെ ഒരു ഭാഗത്ത് വാപ്പ നെഞ്ചു പൊട്ടിയിട്ട് കരയുകയാ. ഭാര്യ നിലവിളിക്കുന്നു, എന്റെ ഇക്കാരെ കൊണ്ടുപോകല്ലേ. ഭാര്യ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് വീഴുകയാണ്. പിഞ്ചുമക്കള് വിളിക്കുന്നു, വാപ്പാ ഞങ്ങളെ ഇട്ടിട്ട് പോകുകയാണോ വാപ്പാ. എല്ലാവരും കരയുമ്പോ ചിരിക്കണമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരാ, മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, ഉയർത്തുന്നവര് മുഴുവനും കൊതിക്കണമടാ. മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി പൊക്കിയിട്ട് മരിച്ചു കിടക്കുന്ന നിന്റെ മുഖത്ത് നോക്കിയിട്ട് അവര് പറയണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. എന്തൊരു പ്രകാശവാ, എന്തൊരു പുഞ്ചിരിയാ. കൊതിക്കണമടാ ചെറുപ്പക്കാരാ. മോനെ അങ്ങനെയുള്ള ഒരു മരണമാടാ, അങ്ങനെയുള്ള ഒരു മരണമാ. പെണ്ണേ നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞു പലപ്പോഴും നിന്റെ ഭർത്താവ് നിന്നെ മാറ്റി നിർത്തുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര, നിനക്ക് കറുപ്പായത് കൊണ്ട്, നിനക്ക് ഗ്ലാമർ ഇല്ലാത്തത് കൊണ്ട് നിന്റെ ഭാര്യ എപ്പോഴും നിന്നോട് കുത്തുവാക്ക് പറയുമല്ലോ. ജീവിച്ചിരിക്കുമ്പോ പറയട്ടടാ, ജീവിച്ചിരിക്കുമ്പോ പറയട്ടടാ. പള്ളിപ്പറമ്പിലെ കബറിനകത്ത് കിടക്കുമ്പോ കൂടെ കിടന്ന കാലത്ത് നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ നിന്റെ ഭാര്യ, നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ നിന്റെ ഭർത്താവ് പറയണം, എന്റെ ആയിഷ മരിച്ചപ്പോ അവളുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. നീ മരിച്ച നിന്റെ ഭാര്യ പറയണം, എന്റെ കാട മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമായിരുന്നു. ഇന്നും എനിക്ക് ആ മുഖമോർമ്മയുണ്ട്, ഇന്നും എനിക്ക് ആ മുഖമോർമ്മയുണ്ട്. എന്തൊരു ഗ്ലാമറാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവര് ഈമാനുള്ള മരണമാ. അല്ലാഹു നിനക്കൊരു നല്ല മരണം തരികയാ, അല്ലാഹു നിനക്കൊരു നല്ല മരണം തരികയാ. നിനക്ക് പടച്ചറപ്പ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ ജനാസ ചുമക്കുമല്ലോ. ഇവിടത്തെ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്ത് കെട്ടിലിന്റെ മുകളിലേക്ക് നിന്നെ എടുത്ത് കിടത്തിയിട്ട് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകുമല്ലോ. പലരും പറയാറുണ്ട്, ഉസ്താദേ മയ്യത്തിന് ഭാരമില്ലായിരുന്നോ, മയ്യത്തിന് ഭാരമില്ലായിരുന്നോ. ഈ അടുത്തും പടച്ചവരെ ഈ മംഗലാപുരത്തുള്ള ഒരു സഹോദരന് തന്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടു. അല്ലാഹുവേ അവിടെന്ന് പറഞ്ഞു, ഉസ്താദ് കഴിഞ്ഞ മാസം വഅദിന് വന്നപ്പോ ഞാൻ ആ ഉമ്മയെ കണ്ടതാണ്. എന്നോട് ഉസ്താദേ ചില രോഗങ്ങളുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ആ ഉമ്മയോട് തമാശയോട് പറഞ്ഞു, ഉമ്മ സമയമായാ പോകും, അതിന് രോഗം വേണ്ടല്ലോ,
രോഗം വന്ന് പറഞ്ഞ രോഗം വന്നെന്ന് പറഞ്ഞിട്ടും സമയമാകാതെ മരിക്കൂല. മുസ്തഫ എന്ന് പറയുന്ന സഹോദരന്റെ ഉമ്മയോട് ഈ വാക്ക് പറഞ്ഞിട്ട് പോയതാ. പക്ഷേ മരണവാർത്ത പറഞ്ഞു. ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദേ, ജനാസ ചുമക്കുമ്പോ ഭാരമില്ല. ഇതുപോലെ പറയുന്ന ഒരുപാട് മരണങ്ങൾ നമുക്കറിയുമല്ലോ. കാരണം എന്താ? അല്ലാഹുവേ, ഈ രാത്രി ഇവിടെ ഇരുന്ന് കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച എന്റെ പ്രിയപ്പെട്ടവരോട്, എടാ പൊന്നാര മോനെ, എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ ചെറുപ്പക്കാരാ, എവിടെ വാഴുണ്ടെങ്കിലും ബൈക്കെടുത്തുകൊണ്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചു വരുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, മോനെ, നിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുമല്ലോ. 6 പേര് ചുമക്കുമല്ലോ. 6 പേര് ചുമക്കുമല്ലോ. മയ്യത്തിന് ഭാരമില്ല. മയ്യത്തിന് ഭാരമില്ല. കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ മലക്ക് വരുമടോ. അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാ. നിന്റെ ജനാസ ചുമക്കാ. നിന്റെ ജനാസ ചുമക്കാ. നീ അല്ലാഹുവിന്റെ ഖുർആനിനെ ഇഷ്ടപ്പെട്ടവരാ. അല്ലാഹുവിന്റെ കലാമിനെ സ്നേഹിച്ചവനാ. അതിനെ ബഹുമാനിച്ചവനാ. അതിനെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവനാ. നിന്റെ ജനാസ ചുമക്കാ മലക്കുകൾ കടന്നു വരികയാ. അല്ലാഹുവേ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഇവിടത്തെ പള്ളിയിലെ കബർ കുഴിക്കുമല്ലോ. ഈ നാട്ടിൽ കബർ കുഴിക്കുന്നവനെ നിനക്കറിയുമെങ്കിൽ ആ മനുഷ്യനോട് ചോദിക്കുക, ആരുടെയെങ്കിലും കബർ കുഴിച്ചപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? ചോദിക്കടാ ചെറുപ്പക്കാരാ. കബർ കുഴിക്കുന്നവരോട് ചോദിച്ചു നോക്ക്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സഅദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അല്ലാഹുവേ, 30-ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്. 30-ാമത്തെ വയസ്സിലാണ് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നത്. 6-8 വർഷമേ ജീവിച്ചുള്ളൂ. 6-8 വർഷമേ ജീവിച്ചുള്ളൂ. ഈ സഅദ് എന്ന് പറയുന്ന സ്വഹാബി മരിച്ചപ്പോ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ സിംഹാസനം, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയടാ. 50 കൊല്ലമൊന്നും ജീവിച്ചില്ലടാ. 50 കൊല്ലമൊന്നും മുസ്ലിമായി ജീവിച്ചില്ല. 6-8 വർഷം. 6-8 വർഷം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പടച്ചവനെ 8 കൊല്ലമെന്ന് കരുത്. 8 വർഷം മുസ്ലിമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങണമെങ്കിൽ അതെന്തു മരണമാടാ, അതെന്തു മരണമാടാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചു കിടന്നപ്പോ സ്വഹാബികൾ പറയുന്നു, എന്തൊരു ചിരിയാ അല്ലാഹ്, എന്തൊരു പ്രകാശമാ അല്ലാഹ്, എന്തൊരു പ്രകാശമാ അല്ലാഹ്. വല്ലാത്ത പ്രകാശമായിരുന്നു. ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് തന്റെ കാലിന്റെ വിരല് കുത്തിയിട്ട് നടക്കുകയാണ്. അവിടുന്ന് തള്ളവിരല് കുത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് നടക്കുകയാ. സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് തള്ളവിരല് കുത്തിയിട്ട് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, കാലുകുത്താ സ്ഥലമില്ല സഹാബാ,
കാലുകുത്താ സ്ഥലമില്ല. 70,000 മലക്കുകൾ വന്നിരിക്കുകയാ. സഅദ് എന്ന് പറയുന്ന സ്വഹാബിയുടെ ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ 70,000 മലക്കുകൾ വന്നത് കാരണം അല്ലാഹുവിന്റെ റസൂലിനെ നടക്കാ സ്ഥലമില്ല. പടച്ചവരെ, എന്തൊരു ഭാഗ്യപാടാ ചെറുപ്പക്കാരാ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര്, നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ നിന്റെ മക്കള് വേണ്ട മയ്യത്ത് ചുമക്കാ, നിന്റെ ഭർത്താവ് വേണ്ട, നിന്റെ കൂടപ്പിറപ്പ് വേണ്ട, നിന്റെ കുടുംബക്കാര് വേണ്ട, അല്ലെങ്കിലും നാട്ടുകാര് വേണ്ട. അല്ലാഹുവേ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. അവര് ചുമക്കണ്ടേ നമ്മുടെ മയ്യത്ത്, നമ്മുടെ ജനാസ അവര് ചുമക്കുമല്ലോ. അല്ലാ, കബർ കുഴിക്കുന്ന മനുഷ്യൻ പറയുകയാ, കബർ കുഴിക്കുന്ന മനുഷ്യൻ പറയുകയാ, ചരിത്രമെടുത്തു നോക്ക്. സഅദ് തങ്ങളുടെ ജനാസ കബറടക്കുന്നതിന് വേണ്ടി കബർ കുഴിക്കുമ്പോ മണ്ണിനു പോലും സുഗന്ധമാ. കബറിലെ മണ്ണിന് പോലും വല്ലാത്ത ഒരു സുഗന്ധം. കുഴിച്ചടിയിലേക്ക് പോകുമ്പോ വല്ലാത്ത ഒരു സുഗന്ധമാണ്. ചില ഹാഫിലീങ്ങൾക്ക് വേണ്ടി, ചില പണ്ഡിതന്മാർക്ക് വേണ്ടി കബർ കുഴിക്കുമ്പോ അതുപോലെയുള്ള വല്ലാത്തൊരു അനുഭൂതിയാ. ഈ സ്വഹാബിക്ക് വേണ്ടി കബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവസാനം കബറിന്റെ അടിയിലെ മണ്ണിങ്ങനെ തൂത്തുവാരുകയാണ്. ഇങ്ങനെ മണ്ണിങ്ങനെ അവസാനം തൂത്തുവാരി ആരും കാണാതെ ഒരു പിടി മണ്ണ് തന്റെ മടിയിൽ വെക്കുകയാണ്. അവിടെന്ന് കബറടക്കി, അവിടെന്ന് കബറടക്കി. എല്ലാവരും പിരിഞ്ഞുപോയി. ആ കബർ കുടിച്ച മനുഷ്യനതാ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ വല്ലാത്ത സുഗന്ധമാ. അവിടുന്ന് പാതിരാത്രിയിൽ സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാണ്. കബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കണ്ടു. അവിടുന്ന് ചോദിക്കുന്നു, സഅദേ, നീ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായിരുന്നല്ലോ, നിന്റെ ജനാസ ചുമക്കാ, നിന്റെ ജനാസ കബറടക്കാ 70,000 മലക്കുകൾ വന്നല്ലോ, നിന്റെ കബറിനകത്ത മണ്ണിനു പോലും വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ. എന്തുകൊണ്ടാ ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ? എന്ത് നന്മ ചെയ്തിട്ടാ നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഓതിയ പരിശുദ്ധമായ ഖുർആനിന്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന് അല്ലാഹു തന്ന പ്രതിഫലമാ. ഖുർആൻ ഓതിയതിന് പടച്ച റബ്ബ് കൊടുത്തതാ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ, മുഹിയുദ്ദീൻ ശൈഖിനെ അനുസ്മരിക്കുന്ന മാസമല്ലേ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ അനുസ്മരണം നടക്കുന്ന മാസമല്ലേ, കണ്ണിയത്ത് ഉസ്താദിന്റെ മാസമല്ലേ, അത്തിപ്പറ്റ ഉസ്താദിന്റെ ആണ്ട് നടക്കുന്ന മാസമല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ നമ്മളെ കൊതിപ്പിച്ചവരാ, ഇവരൊക്കെ നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയതാ, ഇവരൊക്കെ നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയവരാ. അതുകൊണ്ട് അവരൊക്കെ പോയതുപോലെ പോയില്ലെങ്കിലും മോനെ, അതിന്റെ ഒരു 4-1 നമുക്ക് പെടണ്ടേ. ഒരു ഈമാനുള്ള മരണം വേണ്ടേ, ഒരു ഈമാനുള്ള മരണം വേണ്ടേ. കാണാൻ വരുന്നവര് മുഴുവനും നിന്നെ കുറിച്ച് പറയണ്ടേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഒരു മരിച്ച മനുഷ്യനെ കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞ
അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ സിറാജ് വഅദ് പറയുമ്പോ, ഇന്ന് ഞാൻ വരുമ്പോ പറയാറ് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ലല്ലോ. പക്ഷേ അതിലൊന്നും കാര്യമില്ല, അതിലൊന്നും കാര്യമില്ല. പക്ഷേ സിറാജ് മരിച്ചെന്നറിയുമ്പോ 40 പേര് നല്ലത് പറഞ്ഞാൽ, 40 പേര് നല്ലത് പറഞ്ഞ അപ്പോഴാണ് പടച്ചവനെ നമ്മൾ രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് മുസ്തഫയുടെ ഉപ്പ പോയതുപോലെ നിങ്ങളെ കുറിച്ചും പറയണം ഉപ്പമാര്, നിങ്ങളെ കുറിച്ചും പറയണം ഉമ്മമാര്. എടാ ചെറുപ്പക്കാരാ, ഈ നാട്ടിലെ ചെറുപ്പക്കാര് മുഴുവനും നിന്നെ കുറിച്ച് പറയണമടാ, നിന്റെ മരണത്തെ കുറിച്ച് പറയണം. അതുപോലെയുള്ള ഒരു മരണം നിനക്ക് കിട്ടാനുള്ള വഴികൾ നോക്ക്. അതുകൊണ്ട് പിരിയുകയാ, അതുകൊണ്ട് പിരിയുകയാ. എന്റെ പ്രിയപ്പെട്ടവരോട് വെറുതെ കിട്ടൂല, ഈമാനുള്ള മരണം വെറുതെ കിട്ടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന്റെ മുന്നിൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് നേടിയെടുക്കേണ്ടതാ.